വിശന്നപ്പോ കഴിച്ചതാ. ഓഹോ, അപ്പൊ തിന്നു മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാകാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാരടങ്ങാൻ. ദേ ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു തരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലകൃഷ്ണ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്ത ഞങ്ങളുടെ ഹോട്ടലിനാ ചീത്തപ്പേര്. ജീവിച്ചാ ഞങ്ങൾക്കും. എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങള്, പേടിക്കണ്ട. സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിലേ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവടക്കം ചെയ്യാൻ പറ്റുള്ളൂ. കമോണ്ടറെ, അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്. ഇനി ഹോസ്പിറ്റൽ ബില്ല്. ഒരാൺകാല് കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ ദേവീ ക്ഷേത്രത്തിൽ ഭജന വരുന്ന് ഉരുളി കമത്തി ഉണ്ടായ മോന്. അതേ മോൻ തന്നെ ആ ഉരുളി മോഷ്ടിക്കാന്ന് വെച്ചാ ദേവി കോപിക്കാതിരിക്കോ? അതുകൊണ്ടാ എന്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ നിരപരാധി അമ്മേ. വടക്കിലെ ദിനേശ്വരൻ കൂട്ടരും ചേർന്ന് ഉരുളി മോഷ്ടിക്കണമെന്ന് പറഞ്ഞപ്പോ വേണ്ട, സംസാരിക്കണ്ട. ഇനി ഇപ്പൊ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. നാട്ടുകാരിടയിലൊക്കെ ഇപ്പൊ നല്ല മതിപ്പാ. സ്വന്തക്കാര് പരിഹസിക്കുന്ന ഒരുവനെ അന്യർ ആദരിക്കാറില്ലല്ലോ. ഓ, സ്വന്തക്കാർ ആദരിക്കാത്തോണ്ടാ അന്യര് പരിഹസിക്കുന്നത്, അല്ല സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടല്ല. എനിക്ക് 2 പെൺമക്കളാ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്തിൽ കിട്ടിയതോ 2 ഇരട്ട പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവറ്റകളുടെ പേരിലും കൂടെ നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരിൽ 15 മാഞ്ചിയം, മറ്റേന്റെ പേരിൽ 15 തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേരോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ദീക്ഷയോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിന് എവനോടൊന്നാ ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതേടി, എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മിണ്ടാൻ ഇടം കൊടുത്ത തൊണ്ടേ കയറും. അതാ സ്വഭാവം. അത്താഴുണ്ടോ നിങ്ങള്? ഇല്ല. കുളിച്ചോ? ഇല്ലടോ. എന്നാ പോയത് കുളിക്ക് മനുഷ്യ. ഇപ്പൊ കുളിക്കാം. പിന്നെ അച്ചുട്ടി, അത്താഴം കൊണ്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ, അതാ നല്ലത്. ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമ്മേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും. ഒന്നാമന്റെ താണ്ഡവം കഴിഞ്ഞു. എവിടെ അടുത്ത അവതാരം? വരാനാവുന്നേ ഉള്ളൂ. മനസ്സ് വെറുത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുറച്ച് സമാധാനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ ബാലേട്ടൻ കുടിച്ചിട്ടാവും വരികയെന്ന് തോന്നുന്നു. എങ്കിലും ധാരാളമായി. പഴയ പാരമ്പര്യവും പ്രതികാരം ഒക്കെ കേൾക്കാം. ഹലോ, ആളിങ് എത്തിയല്ലോ. ഹലോ കൂട്ടുകാരാ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയില്ലേ? പോവാ. താങ്ക് യു. തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം. ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനി ഇപ്പൊ പ്രശ്നമൊന്നും വേണ്ട. ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുളിച്ചു വന്ന് അത്താഴം ഉണ്ടോ നോക്ക്. കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ. ആരാടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്ത് അനന്തൻ നായരുടെ 3ാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ?
എന്തൊക്കെയാ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെറുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയോട്ടങ്ങ് കെട്ടിവെച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കഴിയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും വളർന്നിട്ടില്ല. മനസ്സിലായ? ആരും വളർന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ വളരാനാ? ദേ, എങ്ങോട്ടാ? ഒന്ന് മുറ്റം വരെ. എന്തിന്? കള്ളു കുടിച്ചവന്റെ കോമാളിത്തരം കേൾക്കാനോ? എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ലേ. ശ്ശോ. ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. കണ്ടോ ആ കസേര? അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തൻ നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ അല്ലടി ഇവൾ നിന്നിരുന്നത്, എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത് അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു. അന്നൊരു ചിങ്ങമാസം 1-ാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാം ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തൻ നായർ എന്നൊരാട്ട്. എന്താ പേടിച്ചു പോയ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ പിന്നെ പറഞ്ഞിട്ടാട്ടാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേട്ട കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. നാറി പടിയടച്ചു പിണ്ടം വെച്ചാലും പടി വിട്ടിറങ്ങില്ല ആ കോന്തം ആയിരുന്നു. എനിക്കല്ലേ അറിയൂ. അയാള് ചീള് കള്ളു കുടിച്ചാ വായിച്ചിരിക്കണം. ആണോ? എന്നാലൊന്ന് കിടന്നാട്ടെ. എന്തിനാണോ കിടക്കണത്? കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കയറി ഇരിക്കണേ? ബഹളം. അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ? അയൽവക്കക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ അടങ്ങും നിർബന്ധ. എടാ അച്ചൂട്ടി, നീ പോയില്ലേ? എങ്കി പോ. കള്ളും കുടിച്ചൊന്ന് വേണ്ടാതിനും പറയുമ്പോ അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എടാ ബാലകൃഷ്ണ, അടിയൻ ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന്. എടാ എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്ത് ഏതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്താ എപ്പോഴും അവളെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്? അവള് കരയണം. ആ കണ്ണീര് കാണണം. അങ്ങ് അകലെ നിന്ന് 2 ആത്മാക്കൾ, എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും, അമ്മായിയുടെ ഭർത്താവ്. That is my revenge. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചീരും മുള്ളമന്തിയും ഒക്കെ അതാ അങ്ങ് പറമ്പിലാ. ഇപ്പൊ അതെല്ലാം കൂടി ഇങ്ങ് അകത്തായി. 2 പെൺമക്കളാ എനിക്ക്. അതായിരിക്കുന്ന കണ്ണുറന്ന് നോക്കുക. എന്താ ഉള്ളതെന്ന് വെച്ചാൽ വീതിൽ ചെന്ന എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. സ്വസ്ഥായിട്ട് കഴിയാലോ. കഴിഞ്ഞ ആഴ്ച കൂടി ചേട്ടൻ എഴുതി ചോദിച്ചു പാർട്ടീഷന്റെ കാര്യം എന്തായെന്ന്. ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ, കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം ആലോചിക്കണ്ട. വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിലെത്താത്ത കുഞ്ഞനന്തൻ ഇനി ഏത് പെരുവഴിയിലെത്താനാ? കൂടപ്പറപ്പുകളെ ആരെയും എനിക്ക് വിശ്വാസമില്ല. എന്റെ കണ്ണടഞ്ഞ പിന്നെ എന്റെ മോൻ ആരും ഉണ്ടാവില്ല. അവന് കണ്ടക ശനിയ. എന്റെ ദേവി, എന്റെ മോനെ കാത്തോളെ. കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്ന ഇത് കൊണ്ടും പോകുന്നില്ല. ഇതെന്തൊരു പരീക്ഷണാ ഭഗവാനെ. ഉൾവാനിപ്പെത്തും മടി പിടിച്ചൊരുറക്കം. ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, അപ്പ പറയാം. കൊഞ്ഞനം കാണിക്കുന്നു. മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും
മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ രണ്ട് അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. സ്വപ്നം കാണാൻ കൊള്ളാം. ധൈര്യം ഇതില്ലേ നിങ്ങള്? ഇതപ്പൊ ചെയ്യാം. മമ്മി വാൻ വന്നു. ഞാൻ പോവാ, എന്റെ ഒപ്പം വേണ്ട. ഹായ് ഹായ് കുക്കു. ദേവിക്കു വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. ടാറ്റാ മമ്മി, ടാറ്റാ ഡാഡി. സൂക്ഷിച്ചു പോണേ. ടാറ്റ പപ്പ. ടാറ്റ കുക്കു. നിങ്ങളെ കറപ്പിക്കാൻ നോക്കും മനുഷ്യ. ആ, ഓ, ഇനി ഒരുങ്ങിയിട്ട് എപ്പോഴാ? എന്നും ലൈറ്റായി ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. ലലലലലലലല, ലലലലലലലലല. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളനൂല് കൊണ്ട് ഇടതുന്നി. ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ? സോറി, ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി. ഞാനെന്നും ബോറൻ തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. ഹലോ, താൻ ഇന്നലെ വിളിച്ചു പോയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവനാ. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഡോ, ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയ കാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ രണ്ട് കവിളിലും ഓരോ നുണക്കുഴി വീതം വിടരുമായിരുന്നു. ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. എടോ, ഇങ്ങോട്ട് നോക്കുക. പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയില് രണ്ട് പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്തപുത്രൻ കുഞ്ഞനന്തൻ. അതേടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂ. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിറ്റ് ഉണ്ടാവണം. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പനെ കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടിയല്ല ഒരു കഷണം പോലും ഞാൻ ഒന്നും കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്. ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ? മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ. അളിയനാന്ന് ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ പോട്ടെ കൂട്ടുകാരാ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിനുള്ള വിഷം നിനക്ക് കിട്ടായിരുന്നു. ഇത് നീർക്കോലി, മറ്റത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും. കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട്. ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറി കിട്ടിയ നിന്റെ ഭാഗ്യം. നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറൂ? എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത്. 3 തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഇനി അച്ഛന്. 3 തവണ ഹൃദയം തുന്നിക്കെട്ടി.
ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത്? എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ? എടി എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ടുന്നാര് നാളെ എനിക്കും പറയാവില്ലേ? അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാൾ പറഞ്ഞപ്പോ തന്നെ ചേച്ചിയും കൂട്ടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഓ അപ്പോഴേക്കും ദേഷ്യായോ? അതെ, ഒന്ന് നുള്ളട്ടെ. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നുള്ളിയിട്ട്, ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാടാ അവൾ ഊട്ടിയത്. ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തി അച്ഛന് വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സ് മാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ, മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, സത്യം. അമ്മേ ശക്തി തരണേ. വീട്ടിൽ പോടാ.